ഹലോ മക്കളെ, ഇങ്ങനെ ആശുപത്രി എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്കാനിങ്ങിന് കൊടുക്കുന്നതാണ് അല്ലേ? ചെക്കപ്പ് സ്കാനിങ് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കാണിക്കുന്നുണ്ടല്ലോ. കുറച്ച് നടക്കാൻ കൊണ്ടാണ് പെട്ടെന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ എന്തായാലും മാഷാ അല്ലാ 9 മാസമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഡെലിവറി കഴിഞ്ഞിട്ട് അപ്പോൾ ആശുപത്രിയിലാണ്. അപ്പോൾ എല്ലാവരും ജോബും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ മക്കളെ. അപ്പോൾ എന്തായാലും ഇങ്ങനെ പറയണമെന്ന് അറിയില്ല. നാളെ പക്ഷേ കുറച്ച് നടക്കാൻ ഇറങ്ങിയതാ. കുറച്ച് നടന്നോ? നടക്കില്ലെന്ന് നടക്കണം ആണോ? പക്ഷേ ഇപ്പം എന്താ തോന്നുന്നു? വേദന ഉണ്ടോ? എന്തിനു പേടിക്കണേ? എൻ്റെ ഒന്ന് ബ്ലഡ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. ബ്ലഡ് ചെക്ക് ചെയ്യണോ? പോയിട്ട് ഇപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യണോ? ചെക്ക് ചെയ്തൊക്കെ എനിക്ക് പേടിയൊന്നുമില്ല. ഭക്ഷണമൊക്കെ അല്ലേ, എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കളെ റൂം 156. ഈ ആശുപത്രിൻ്റെ പേരെന്താ? യൂണിറ്റ് ആശുപത്രിയിലെ. അപ്പം അങ്ങനെ നിൽക്കണം. മാഷാ അല്ലാ. ഇപ്പം എന്തായാലും നടക്ക്, വല്ല നടക്ക്. എന്നാ വാ, ഞാൻ നടക്കാൻ കൂടാ. ഏത് പാട്ടാ പാടി ഉണ്ട് സഖിയോ? അല്ല കുഴപ്പമില്ല, പാട്ടുകാരനായിട്ട് വരട്ടെ. അതെ, ക്ലിയർ, അത്യാവശ്യം ക്ലിയർ ഉണ്ട്. സത്യമായിട്ട് മക്കളെ, സത്യം പറഞ്ഞ ടെൻഷനായിട്ടോ. എന്തായാലും ഇങ്ങനെ ആശുപത്രി പെട്ടെന്ന് ഓടി വിളിച്ചപ്പോൾ ഇതാ ഇല്ല ഡ്രസ്സിൽ പോകുന്നത്, അല്ല ചെരുപ്പാനൊക്കെ ഇട്ടിട്ട് പോകുന്നത്. പെട്ടെന്ന് ഇങ്ങനെ വയ്യ. 2 മണിക്ക് എന്താ ഒരു വട്ടം എന്താ ഉണ്ടായി? ഫസ്റ്റ് മിടിപ്പ് നോക്കിയിട്ട് 6 മണിയാകുമ്പോൾ ചായ കുടിച്ചിട്ട് വരാൻ പറഞ്ഞു. ഇപ്പൊ വേദന ഒക്കെ വരുന്നുണ്ട്. കുറച്ച് നേരം മരുന്ന് വെച്ചിട്ട് വേദന നല്ലോണം വരാൻ. എന്തായാലും എല്ലാവരും ദുആണ് കേട്ടോ. നിങ്ങളെ കുടുംബത്തിന് ദോർക്കണം, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായാലും ദോർക്കണം ഇൻഷാ അല്ലാ അല്ലേ? കുറച്ച് എന്തായാലും എൻ്റെ കുട്ടി അങ്ങനെ ഞങ്ങൾക്കൊരു മുട്ടക്കുട്ടി വരുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാ അല്ലേ? വരൂടാ, നല്ലൊരു സുന്ദരി ആയാലും വേണ്ടില്ല, സുന്ദരനായാലും വേണ്ടില്ല. ഞങ്ങളൊക്കെ ദുആ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ. ഇതിൽ പോയിട്ട് ബാദുഷ ഉണ്ടെന്ന് കൂടെ ബാദുഷ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ എന്തായാലും എന്താവശ്യത്തിന് ഓടിയെത്തുന്ന കൊരിപ്പാട്ടോ തന്നെ. ഇങ്ങനെ മുഞ്ചിൽ ചിരി. എന്തായാലും റാത്തരുണ്ട്. എന്തായാലും നല്ല തലവേദന ചാടിക്കൊണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആശുപത്രിക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ എന്താ പറയല്ലേ, ടെൻഷനാവൊന്നും വേണ്ട. ഇന്ന് രാവിലെ വരുമ്പോൾ തന്നെ തന്നെ ലാബിൽ കയറ്റിക്കണു. ലാബ് റൂമിലേക്ക് പേടിച്ചു. പക്ഷെ ലാബ് റൂമിലേക്ക് നല്ലതാണല്ലേ. പക്ഷെ ഒന്ന് പേടിച്ചിട്ടാവും. ചങ്ങായി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വണ്ടി കൊണ്ട് പ്രസീതൊന്നുമില്ല. എന്തെങ്ങനെ ലാബ് റൂമിൽ കയറ്റിയാൽ എന്താ, ഡെലിവറി ആവാനായി കഴിഞ്ഞാൽ ലാബ് റൂമിൽ കയറ്റിയാൽ അല്ലേ? അപ്പോൾ പ്രശ്നമൊന്നുമില്ല, ടെൻഷനൊന്നുമില്ലല്ലോ. കുറച്ച് കഴിഞ്ഞാൽ ഡെലിവറി ആവും. മക്കളെ ഞങ്ങളെ ദൂരം കാര്യങ്ങളൊക്കെ എന്തായാലും വേണം കേട്ടോ. എന്തായാലും ഇൻഷാല്ലാത്ത എന്തുണ്ടാവുകയെന്നറിയില്ല. എന്തായാലും ഇൻഷാല്ലാ പറഞ്ഞത് ഇതൊക്കെ ഇത് വീഡിയോ ചെയ്യുന്നത്. ചിലവർ പറയും ഈ സമയത്തൊക്കെ അങ്ങനെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ദോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടാലൊന്നും കാര്യമില്ല. അപ്പോൾ നമ്മളെ ആൾക്കാരെ ഇഷ്ടമുള്ള ആൾക്കാരെന്തായാലും ദോ ഉണ്ടല്ലോ, അത് ആരെ ദോ അതൊന്നും സ്വീകരിക്കാന്നറിയില്ല. എന്തായാലും നിങ്ങളെ കുടുംബത്തിൽ തോൽക്കുമ്പോൾ നമുക്ക് പണ്ടും തോൽക്കും കേട്ടോ. എന്തായാലും ഇൻഷാല്ലാ എന്തായാലും അങ്ങനെ വന്നിട്ടാണ്. എന്തിന് പിന്നെ അങ്ങനെ തലവേദനിച്ച് മക്കളെ ഉണ്ടായത് കേട്ടോ. പക്ഷേ ഇതേ പേടിയുണ്ട. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാ ഇങ്ങനൊക്കെ പറയണത്. പേടിക്കരുത്, ഞാൻ ഉണ്ടാവില്ല കൂടെ. പ്രസവിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നിന്നോളാം. എന്നെ കൊണ്ടുപോകാൻ പറ. ഞാൻ ഡോക്ടറെ പഠിച്ചാൽ മതി. എന്തിന് വളരെ കിടക്കണ്ടായിരുന്നു എടോ. എന്തായാലും മക്കളെ ഇങ്ങനെ ആശുപത്രിയിലോട്ട് നിൽക്കുന്നത് അവള് പെങ്ങളെ രീതിനെ ഓർമ്മ പൊട്ടിക്കറി. ഇപ്പൊ എന്തായാലും മക്കളെ റാഷി റെഡി. എന്തായാലും മക്കളെ ഒന്നല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അങ്ങനെ പറഞ്ഞിട്ട് നിൽക്കണം.
ഒരു മിനിറ്റ് അങ്ങനെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എന്നാ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ പറയാൻ പറ്റില്ല. ഇന്നിപ്പോ എന്തിനാണ് പഠിച്ചിരിക്കുന്നത്? അഡ്മിറ്റ് കുഴപ്പമില്ല, നാളെ വിചാരിക്കും. എന്തിനും അവിടെ മറ്റൊന്നും വിചാരിക്കും. ആ പഠിച്ചവനല്ലേ തീരുമാനിക്കുക. ഞാൻ തൊള്ളത് പാപ്പ കൂടി കേട്ടോ പാവത്തിന്. ഇത് ഞാൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ടാണ്. എന്തിനാ ഹാപ്പി ആയിട്ട് നിൽക്കണം അല്ലേ? ഒരു പേടി വേണ്ട. പക്ഷേ ഞാൻ ഉണ്ടല്ലോ കൂടെ, സ്വപ്നങ്ങൾക്ക് എൻ്റെ കൂടെ അല്ലേ? ഒരു മട്ട് ഇതിന് എന്തിനു പേടിക്കട്. മാഷാ അല്ലാഹ്. അപ്പം എന്തായാലും സന്തോഷം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ വന്ന് നാളെ മറ്റന്നാൾ ഒരു പരിപാടി ഏറ്റെടുത്തിട്ടില്ല. അപ്പം എന്താ എൻ്റെ കുട്ടിയപ്പന് എന്തെങ്കിലും കൂടെ ഉണ്ടാവും. എനിക്ക് ബാങ്ക് കൊടുക്കുന്ന ഒരു ആഗ്രഹമുണ്ട് കുട്ടിക്ക്. മാഷാ അല്ലാഹ് ബാങ്ക് പഠിച്ചു വെച്ചിട്ടുണ്ട്. ചിരിക്കണമൊക്കെ ഓളെ വെയ്യ മാറിട്ടോ. എന്തായാലും മാഷാ അല്ലാഹ്. അപ്പോൾ ഓളെ കുമ്പം കുഴപ്പമില്ല. മാഷാ അല്ലാഹ്. എന്തായാലും നടക്കുന്നുണ്ട്. എന്തായാലും ആശുപത്രിക്ക് പോണേ വരുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് കേട്ടോ. ഇൻഷാല്ലൊക്കെ എന്തായാലും ഇടുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കണ്ടല്ലോ. എന്തായാലും ഇൻഷാല്ല എന്തായാലും ഒന്ന് ഉള്ളിൽ പോയോക്കട്ടെ. വേദന ഉണ്ടപ്പോൾ എന്താ വേണ്ടത്? ഇതിനെന്തെങ്കിലും വേണോ? ടെൻഷൻ മോദത്തിൽ ടെൻഷൻ ഒഴിവാക്കിക്ക. ടെൻഷൻ ഒഴിവാക്കിക്ക. ഇല്ലല്ല ടെൻഷൻ ഒഴിവാക്കിയാലേ 14 പ്രശ്നം തീരും. എന്തായാലും ആശുപത്രിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഓൾക്ക് ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓളെ മുന്നിൽ സമാധാനപ്പെടുത്താൻ എന്തായാലും വീഡിയോകൾ കാണില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം വെച്ചാൽ ഓളെ ഫോൺ എൻ്റെ കയ്യിലാണ്. അപ്പോൾ അത് എന്തായാലും ഇൻഷാല്ലാ അങ്ങനെ എന്തായാലും എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതവും കാര്യങ്ങളൊക്കെ എന്തായാലും വേണം കേട്ടോ. അപ്പോൾ അതാ ആശുപത്രിൻ്റെ അങ്ങനെ സൈഡിൽ വന്ന് അങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ പറയാൻ തന്നെ കിട്ടണില്ല. വസ്തുതല്ലേ. അപ്പോൾ എന്തായാലും സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് രാവിലെ കുളിച്ചിറങ്ങിയതാണ്. ഇപ്പോൾ ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ടെൻഷനായിട്ട് വന്നതാട്ടോ മക്കളെ. അപ്പോൾ എന്തായാലും ഇന്നോ നാളെ മറ്റന്നാ പറയാൻ പറ്റില്ല. ബ്ലഡ് കാണിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പറ്റുമെന്നൊക്കെ അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല. നമ്മളൊക്കെ ദോടെ ഇടയിൽ അതോയും എന്തായാലും ഞങ്ങൾക്ക് വേണ്ട ദോർക്കണം. എന്തായാലും ഇപ്പോൾ എന്താ പറയുക, ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് എന്തായാലും ഇപ്പോൾ ഓളെ 6 മണിക്ക് ശേഷം ലാബ് റൂമിൽ കയറ്റാൻ പോവാണ്. അപ്പോൾ എന്തായാലും അവിടെ കയറ്റിയിട്ട് എന്താ പറയുക എന്താ കാട്ടാനൊന്നും അറിയില്ല. സത്യം പറയാൻ അങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തുണ്ടാവാന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഇതാ ഇത് നമ്മുടെ ഓളെ കസീന കേട്ടോ. അതുപോലെ നമ്മളൊരു അനിയനെ ചങ്ക്. അപ്പോൾ എന്തായാലും മക്കളെ ഓളെ ലാബ് റൂമിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ദ്വാരക്കുമ്പോൾ ആ ദ്വാരയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ എന്തായാലും ഈ ചെറിയ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഫംഗ്ഷനിൽ എന്തുണ്ടാവണത്തെ വീഡിയോ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കുട്ടി ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. എന്തായാലും നിങ്ങൾ ഇതും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. എന്തായാലും എല്ലാവരോടും അസ്സലാമു അലൈക്കും.